ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വീഡിയോസിലും ടാരോ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യണം, കുറച്ച് ഇരുന്ന് ആലോചിക്കണം എന്നൊക്കെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളത് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നെനിക്കൊരു തോന്നൽ. മെഡിറ്റേഷനെ കുറിച്ച് സംസാരിക്കാൻ അത്ര വലിയ ജ്ഞാനിയൊന്നുമല്ല ഞാൻ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. എന്നാലും കുറച്ച് വായിച്ചിട്ടുള്ള അറിവുകൾ കൊണ്ടും പിന്നെ കുറച്ച് എൻ്റെ സ്വന്തം അനുഭവം കൊണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീക്കുക, കുളിക്കുക, പത്മാസനത്തിലിരിക്കുക, കണ്ണടയ്ക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മുടെ ബ്രത്തിനെ മാത്രം കൺട്രോൾ ചെയ്യുക, ബ്രത്തിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മനസ്സിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമുക്ക് പോസിബിളാണോ? നമ്മൾ ഇനി അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര നേരം, നമുക്കൊരു 45 മിനിറ്റ്സ് എങ്കിലും എടുക്കും ഫുൾ കോൺസെൻട്രേഷനിലേക്ക് നമ്മളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് ഒഴിവായി ക്ലിയറായി ഫുൾ ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു 45 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഈ 45 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫീസിൽ പോകാനുള്ള തിരക്കാവും, ജീവിതത്തിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള തിരക്കാവും, നമുക്ക് ടെൻഷനാവും. അപ്പോൾ നമ്മൾ ചാടി എണീക്കുന്നു, പോകുന്നു, പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ. ഈ 45 മിനിറ്റ്സ്, ആദ്യത്തെ 45 മിനിറ്റ്സ് നമുക്ക് ഒരുപാട് തോട്ട്സ് ആയിരിക്കും. ഇന്നലെ എന്ത് സംഭവിച്ചു, പാസ്റ്റിൽ എന്ത് സംഭവിച്ചു, നാളെ ഇനി എന്ത് സംഭവിക്കും, ബില്ലടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ പല ചിന്തകൾ ഒരു 3/4 മണിക്കൂർ നേരത്തേക്കെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ശേഷമാണ് നമ്മളൊന്ന് സ്റ്റേബിൾ ആവുക. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല മെഡിറ്റേഷൻ. അതുണ്ടാവുമായിരിക്കാം, അതെനിക്കറിയില്ല, എനിക്കത് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആവുക, പ്രസൻറ്റിൽ ജീവിക്കുക. പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ പണ്ട് കുട്ടികളായിരുന്നപ്പോൾ, വളരെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഒരു പൈപ്പ് തുറന്ന് ബക്കറ്റ് വെള്ളം നിറയ്ക്കുകയാണ്. ആ കേസിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? ആ വെള്ളം വീണത് ശ്രദ്ധിക്കും, പതുക്കെ ബക്കറ്റ് നിറഞ്ഞു വരണത് ശ്രദ്ധിക്കും, അതിലുണ്ടാവുന്ന കുമിളകൾ ശ്രദ്ധിക്കും, ബക്കറ്റ് നിറഞ്ഞു വരുമ്പോൾ ശബ്ദം വ്യത്യാസം, വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ഇപ്പം നമ്മൾ എന്താ ചെയ്യണത്? നമ്മളൊരു പൈപ്പ് ഓപ്പൺ ചെയ്ത് ബക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി ഇതെന്താ നിറയാത്തത്, ഇത് നിറഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയാണ് ചിന്തിക്കണത്, അല്ലേ? അപ്പോൾ ഈ കോൺഷ്യസ്നസ്, നമ്മൾ കുട്ടികളായിരുന്നപ്പോഴുള്ള ഈ ശ്രദ്ധ തന്നെയാണ് ഞാൻ കോൺഷ്യസ്നസ് എന്ന് വിളിക്കുന്നത്. ഈ കോൺഷ്യസ്നസ് തന്നെയാണ് മെഡിറ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യണം, നമ്മൾ അത് ശ്രദ്ധിക്കുക. AC ഉണ്ടെങ്കിൽ ACയുടെ തണുപ്പ് ഫീൽ ചെയ്യുക, AC ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാറ്റ് ഫീൽ ചെയ്യുക, ചുറ്റുപാട് എന്തൊക്കെ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളത് ഫീൽ ചെയ്യുക, നമ്മുടെ സ്റ്റിയറിംഗ് ടച്ച് ചെയ്യുമ്പോൾ ഉള്ളത് ഫീൽ ചെയ്യുക, ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ ഉള്ളത് ഫീൽ ചെയ്യുക, ഗിയർ മാറ്റുമ്പോൾ ഉള്ളത് ഫീൽ ചെയ്യുക, കൈ കൊണ്ട് ഫീൽ ചെയ്യുക. നമ്മൾ വെറുതെ നടക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്ക് തട്ടുന്ന ബ്രീസ് അത് നമ്മൾ ഫീൽ ചെയ്യുക, നടക്കുമ്പോഴുള്ള ചവിട്ടുമ്പോഴുള്ള ആ ഒരു സെൻസ് ഫീൽ ചെയ്യുക, ചുറ്റുമുള്ള ശബ്ദങ്ങൾ ഫീൽ ചെയ്യുക, അത് മാത്രം ഫീൽ ചെയ്യുക. നെക്സ്റ്റ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ ചിന്തിക്കാതിരിക്കുക. അതാണ് ഞാൻ വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്ന മെഡിറ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. ഈ മെഡിറ്റേഷൻ നമുക്ക് ഏത് സമയത്തും ചെയ്യാം, എന്ത് ചെയ്യുമ്പോഴും ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് പാചകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീ കത്തുന്നത് അത് കാണാം, അതിൻ്റെ നിറം ശ്രദ്ധിക്കാം, അതിൻ്റെ ചൂട് അനുഭവപ്പെടാം, അതുപോലെ തന്നെ ചട്ടിയിലുള്ള ഇളക്കുമ്പോഴുള്ള ശബ്ദം അനുഭവപ്പെടാം, ചുറ്റുമുള്ള വെളിച്ചം, അതുപോലെ ഓരോ പാത്രത്തിൻ്റെ ഷേപ്പ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ?
ഒരിക്കലുമില്ല. നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് 100 കൂട്ടം അതിന് ശേഷം ആ പാചകം കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാകുലതയായിരിക്കാം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻ്റ് അല്ലാതെ നമ്മൾ ഒരു കാര്യം പോലും ശ്രദ്ധയോടെ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. എൻ്റർടൈൻമെൻറ്റ് TV കാണുകയാണെങ്കിൽ ഓക്കെ, സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ 100% അതിലേക്ക് തന്നെ ശ്രദ്ധിക്കും. അതൊന്ന് വരുന്ന ശബ്ദം ശ്രദ്ധിക്കും, അതൊന്നുള്ള വിഷ്വൽസ് ശ്രദ്ധിക്കും കുറേയൊക്കെ എങ്കിലും. പക്ഷെ അതല്ലാതെ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധയോടെ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഒരു സങ്കല്പത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് കോൺഷ്യസ് ആയിട്ടിരിക്കുക, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക, ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പാസ്റ്റ് പോയതിനെക്കുറിച്ച് മറക്കാൻ പോസിബിൾ അല്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. എനിക്ക് പറ്റാറില്ല പലപ്പോഴും, കാരണം ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ്. പക്ഷേ ഞാൻ എൻ്റെ വായിച്ച അറിവുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ നമ്മൾ രാവിലെ എണീറ്റിട്ട് അതും ഒരു ടൈപ്പ് മെഡിറ്റേഷൻ ആയിരിക്കാം, പക്ഷെ നമുക്ക് പോസിബിൾ അല്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% കോൺസെൻട്രേറ്റ് ചെയ്യുക, ഓരോന്നും അനുഭവിക്കുക, നമ്മൾ ഫീൽ ചെയ്യുക, തൊടുന്നത് അനുഭവിക്കുക, കാണുന്നത് അനുഭവിക്കുക, സ്മെല്ല് അനുഭവിക്കുക, നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണുള്ളത്, ആരൊക്കെയാണുള്ളത്, എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു വേറെ വ്യക്തിനെ പോലെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് എൻ്റെ സങ്കല്പത്തിലെ മെഡിറ്റേഷൻ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു, ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളെ ഷെയർ ചെയ്യണം, അപ്പോൾ എനിക്കും കുറച്ച് ഐഡിയാസ് കിട്ടും എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.